എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മോം ടു ബി ആണ്. ചേച്ചീൻ്റെ വലിയച്ഛൻ്റെ മോളെ മോം ടു ബി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം വരാം. സാധനം മേടിക്കാൻ പോകുന്നത് രാമനാട്ടുകരയ്ക്കാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. കാർ ഓടിക്കുന്നത് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്, അജയ് ചേട്ടനാണ്. ഇപ്പുറത്ത് മുഖം കാണിക്കാണ്ടിരിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്, കണ്ണേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് കേക്കാണ്. കേക്ക് വാങ്ങിച്ചു, ഇങ്ങനെ ഇറങ്ങി. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ സാധനമായിട്ട് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ വരികയാണ്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. ഇങ്ങനെ നമ്മൾ വീടെത്തി, ഉണ്ണിച്ചിൻ്റെ അവിടെ എത്തി. ഉണ്ണിച്ചിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് പരിപാടി സ്റ്റേറ്റ് ചേച്ചിൻ്റെ ഞങ്ങളുടെ വിളിച്ചിൻ്റെ മോളെ മോംറ്റുബിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കണ്ടോളൂ. ഇങ്ങനെ ആദ്യം തന്നെ കേക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ചേച്ചിയും ഏട്ടനും നമ്മളെ പെൺപടകളും കുട്ടിപ്പട്ടകളുമാണ് ഉള്ളത്. ചേച്ചി കേക്ക് കട്ട് ചെയ്തു. ഇനി പതുക്കെ ഏട്ടൻ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടോ, ചേച്ചി വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുട്ടിപ്പട്ടാളസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ചിൽ മൂഡാണ്, എല്ലാവരും സെറ്റാണ് എല്ലാവരും. അങ്ങനെ എല്ലാം നല്ലതുപോലെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്തപ്പം സമയമായി. പിന്നെ ഞങ്ങൾക്ക് ഒരു മോമും കൂടെ ഉണ്ട്. ആ മോമിൻ്റെയും കൂടി മോംറ്റുബി ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്, അഞ്ജു എന്നാണ് പേര്. അവൾ അയൽവാസി മാത്രമല്ല, നമ്മളെ ഫാമിലി പോലെ തന്നെയാണ് അവരെല്ലാവരും. പിന്നെ അവളതും കൂടെ നമുക്ക് കാണാം. അഞ്ജു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അഞ്ജുവിൻ്റെ അടുത്ത് അഞ്ജുവിൻ്റെ മകളാണ്, ജാനിക്കുട്ടി എന്നാണ് പേര്. ഒരു ട്രിപ്പ് കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഹസ്ബൻഡ് നാട്ടിലില്ല, ഹസ്ബൻഡ് കേക്കിലാണ്. പിന്നെ മക്കൾക്കെല്ലാം ഒരു വായിൽ വെച്ച് കൊടുക്കുകയാണ് കേക്ക്. മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, അവൾ ഹാപ്പി. എന്താ ഒരു ഫോട്ടോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിന്നു ചേച്ചി, ഹസ്ബൻഡ്, മണ്ടാട്ടൻ, ചേച്ചി, ചേട്ടൻ, അങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡ് അങ്ങോട്ട് ഇട്ട് മാറ്റുന്നതാണ് നമ്മുടെ ചിന്നമ്മു. ചേച്ചിയാണ് കേട്ടോ. ചിന്നമ്മു നമ്മുടെ സ്നേഹത്തോടെ വിളിക്കും ചിന്നമ്മു. അവർ ഫോട്ടോ എടുത്ത് നെക്സ്റ്റ് ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ പെൺപടകളാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു, എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് വാഷ്റൂമിൽ പോയി വന്നതായിരുന്നു. അങ്ങനെ എല്ലാവരും നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. എല്ലാവരും കൂടെ നിന്ന് വേഗം ഫോട്ടോ എടുത്ത് കഴിയാണ്. ഇനിയും വഴി എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും പോകുന്ന അജയ് ചേട്ടനും അൽബി ചേച്ചിയും ഫോട്ടോ എടുക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. നല്ല മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ ഓരോരോ ഫോട്ടോ ഇങ്ങനെ എടുത്ത് തരുന്നുണ്ട്. ചേച്ചിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചേച്ചീൻ്റെ ഏട്ടനും ചേച്ചിയും, മണ്ടാട്ടനും അൽബി ചേച്ചി. ഇങ്ങനെ ഹാപ്പി മൊമെൻ്റാണ്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാം പിള്ളേരോട് പറഞ്ഞു ബലൂൺ പൊട്ടിക്കും. ആ ബലൂൺ പൊട്ടിക്കുന്ന ആരവമാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. പിന്നെ കുറേ ഫോട്ടോസ് കൊണ്ട് കാണാം. ചേച്ചീൻ്റെയും ഏട്ടൻ്റെയും നമ്മുടെയും എല്ലാവരും ഫോട്ടോ കാണാം. ഇത് ചേച്ചീൻ്റെ അച്ഛനും അമ്മയാണ്, ഉമ്മച്ചനും പപ്പയമ്മയും. പിന്നെ നമ്മുടെ ചേച്ചി ഏട്ടനും. ഇത് ചേച്ചീൻ്റെ ഏട്ടൻ്റെ മോളാണ് ലച്ചുമ്മ. ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനുമാണ്. പിന്നെ ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ്. പിന്നെ അവരെ കുറേ പോസാണ് നമ്മളിവിടെ കാണുന്നത്, ചേച്ചീൻ്റെ കുറേ പോസ്. ഇത് ചേച്ചീൻ്റെ ചേച്ചിയാണ്, അവരെ ഫാമിലിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ ചേച്ചീൻ്റെ കുറേ സിംഗിൾ ഫോട്ടോ. പിന്നെ ജാനിക്കുട്ടി, അഞ്ജു, അവരൊക്കെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറേ പിക്സാണ് നമ്മൾ കാണുന്നത്. പിന്നത് ഞങ്ങൾ 3 ആളാണ്, ഞാനും ഹസ്ബൻഡും അഞ്ചുട്ടനുമാണ്. പിന്നെ അവർ കുറേ പിക്ക് നമ്മൾ ഇങ്ങനെ ഓരോ പിക്കായിട്ട് നമ്മൾ ഒരു പോസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, അതൊക്കെ എടുത്തു നമ്മുടെ. പിന്നെ ഇത് നമ്മുടെ വലിയ പടകളാണ്. ഞങ്ങളെ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്തത്.
എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന ചേട്ടന്മാരുണ്ട്, വലിയച്ഛൻ്റെ മക്കളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എനിക്ക് എല്ലാം സെറ്റാക്കി തന്നു. വലിയൊരു താങ്ക്സ് രാജീവേട്ടനോട് പറയണം. അവരെ ഇവൻറ്റിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മോണിറ്ററിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഓരോന്നോരോന്ന് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ, എനിക്ക് പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇനി കാണണം. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചേച്ചി നാളെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അഡ്മിറ്റിന് പോവാണ്. ഇനി മറ്റു വിവരങ്ങൾ ഞാൻ വഴിയെ എല്ലാവരും അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ബ്ലൂം.